അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ഓൺ ക്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നുമില്ലാതെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പിയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ തയ്യാറാക്കിയെടുക്കണം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യം. ഇതിനു വേണ്ടി ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. 1.5 കപ്പ് തേങ്ങാപ്പാലാണ് നമുക്ക് ഈ പുഡിങ്ങിലോട്ട് വേണ്ടത്. ഇനി ഈ പിഴിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങയിലോട്ട് നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കണം. അര കപ്പ് രണ്ടാം പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1.5 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. അര കപ്പ് രണ്ടാം പാൽ വേണം. കോൺഫ്ലവർ 1/4 കപ്പ് വേണം. 3 ടേബിൾ സ്പൂൺ ഷുഗർ വേണം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണം. ഒരു പിഞ്ച് സാൾട്ട് വേണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കോൺഫ്ലവർ രണ്ടാം പാലിലോട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാനിലോട്ട് നമ്മുടെ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഷുഗറും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തത് ഇതിലോട്ട് ഉപ്പും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഫസ്റ്റ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഇത് തിക്കാക്കി എടുക്കണം. ഇത് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഇത് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചൂടാറിയ ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 to 4 hours ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കാരമലൈസ്ഡ് കോക്കനട്ടും അതുപോലെ തന്നെ ചെറിയും ഉപയോഗിച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നുമില്ലാതെ തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.